ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 ഫെബ്രുവരി മാസം 13-ാം തീയതി കുംഭമാസം 1-ാം തീയതി വ്യാഴാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് 64,000 രൂപ പിന്നിട്ട് റെക്കോർഡ് ഉയരത്തിലെത്തിയതിന് പിന്നാലെ തകർച്ച നേരിട്ട സ്വർണ്ണവില തുടർച്ചയായ 2-ാം ദിവസവും താഴേക്കിറങ്ങി. കഴിഞ്ഞ ദിവസം ഒരു പവന് 400 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഇന്നലെ പവന് 560 രൂപയും ഗ്രാമിന് 70 രൂപയുമാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന് 63,520 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം കേരളത്തിൽ പുരോഗമിക്കുന്നത്. 65,000 മറികടന്ന് സ്വർണ്ണവില കുതിക്കുമെന്ന പ്രവചനങ്ങൾക്കിടെയുണ്ടായ ഇപ്പോഴത്തെ ഇടിവ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് താൽക്കാലികമായി ആശ്വാസം നൽകി. അന്താരാഷ്ട്ര മാർക്കറ്റിലും 2,900 പിന്നിട്ട് റെക്കോർഡ് ഉയരത്തിലെത്തിയ സ്വർണം ഇന്നലെ $2,890 പരിധിയിൽ ആയിരുന്നു. ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ $2,900 താഴെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,895. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,661 രൂപ, ഒരു പവൻ 69,294 രൂപ. 18 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,496 രൂപ, ഒരു പവൻ 51,970 രൂപ. ഇന്നത്തെ 916 സ്വർണ്ണവില 1 ഗ്രാം 7,940 രൂപ, ഒരു പവൻ 63,520 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളിവില 1 ഗ്രാം 106 രൂപ, 1 കിലോ 1,06,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്